Wayanad tourism is going to continue, and in fact Wayanad needs your help. ഇപ്പോൾ മുണ്ടക്കയിലുണ്ടായ ഈ ദുരന്തത്തിനെ വയനാട് ദുരന്തമായി പർവ്വതീകരിച്ചപ്പോൾ റോഡ് സൈഡിൽ ഒരു പെട്ടിക്കട വച്ചിരിക്കുന്ന ആൾ തൊട്ട് ഒരു റിസോർട്ട് ഓണർ വരെ ഇതിൽ ബാധിച്ചിട്ടുണ്ട്. We all know that this is a localized issue. This is not pan Wayanad issue. But the impression outside Wayanad is that the whole of Wayanad is very dangerous, and so we have to dispel this idea. നമുക്ക് വയനാട് ഒരു ഭീകരതയാണ്, വയനാട് എല്ലാം നശിച്ചുപോയി, വയനാട്ടിലേക്ക് ഇനി നമ്മൾ പോയിട്ട് കാര്യമില്ല, അങ്ങനെയൊക്കെ ഒരു ചില തോന്നൽ വന്നിട്ടുണ്ട്. അത് വയനാട് ദുരന്തം എന്ന രീതിയിൽ മറ്റു പ്രചരിച്ചതോടുകൂടി വയനാട്ടിലേക്ക് ടൂറിസ്റ്റുകൾ വരുന്നത് വളരെ കുറഞ്ഞു പോയി. ദുരന്തം വന്നതിന് ശേഷം അത് വയനാടിന്റെ ഒരു കോർണർ ഏരിയയിൽ മാത്രം നിൽക്കുന്നത് 1-2 വാർഡുകൾ മാത്രമാണ്. കെട്ടിടത്തിന് വാടക കൊടുക്കണം, ഇതെല്ലാം ഈ കച്ചവടം കൊണ്ടാണ് നടന്നുകൊണ്ടിരുന്നത്. അതിപ്പോ നിലച്ചിരിക്കുകയാണ്. വയനാടൊക്കെ ഒരു ഒറ്റപ്പെട്ട